ബജറ്റ് ഇന്ത്യ 2026 അനുകൂലിച്ചും പ്രതികൂലിച്ചും ധാരാളം വീഡിയോസ് കണ്ടു. ചിലർ ബജറ്റിൽ മോശം കാര്യങ്ങൾ മാത്രം പറയുന്നു, മറ്റു ചിലർ കണ്ണുമടച്ച് ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്നു. നമുക്ക് ഈ ബജറ്റിലെ രണ്ട് വശങ്ങളും ഒന്ന് ന്യൂട്രലായി മനസ്സിലാക്കാൻ ശ്രമിക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യാനും റീപോസ്റ്റ് ചെയ്യാനും മറക്കാതിരിക്കുക. ബജറ്റിലെ നല്ല വശങ്ങൾ നോക്കിയാൽ ഒന്നാമതായി റോഡുകൾ, റെയിൽവേ, ഇൻഫ്രാസ്ട്രക്ചർ എന്നിവർക്ക് വലിയ ഫണ്ട് മാറ്റിവെച്ചിട്ടുണ്ട്. ഇത് ഭാവിയിൽ തൊഴിൽ സാധ്യതകൾ കൂട്ടാൻ സഹായിച്ചേക്കും. സെമി കണ്ടക്ടർ, ടെക്, ഫാക്ടറികൾ എന്നീ മേഖലകളിൽ ഇന്ത്യയിൽ തന്നെ മാക്സിമം പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ട മാക്സിമം സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. മൂന്നാമതായി രാജ്യത്തിന്റെ കടബാധ്യത നിയന്ത്രണത്തിലാക്കാനുള്ള ശ്രമം. അത് എക്കണോമിക്കലി ഒരു നല്ല സിഗ്നലാണ്. നാലാമതായി ഭവന പദ്ധതികൾക്കും ചില സർക്കാർ പദ്ധതികൾക്കും കൂടുതൽ ഫണ്ട് നൽകിയിട്ടുണ്ട്. ഇനി നെഗറ്റീവ് സൈഡ് എടുക്കുകയാണെങ്കിൽ ഒന്നാമതായി സാധാരണക്കാരന്റെ കയ്യിൽ കൂടുതൽ പണം എത്തിക്കുന്ന പദ്ധതികളൊന്നുമില്ല. രണ്ടാമതായി സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നവർക്ക് നികുതി വർധന വന്നിട്ടുണ്ട്. ഇത് ചെറിയ ട്രേഡർമാർക്ക് തിരിച്ചടിയാണ്. ഇത് സർക്കാർ വരുമാനം കൂട്ടാനുള്ള ഒരു ശ്രമമായിട്ടാണ് തോന്നുന്നത്, പക്ഷേ ഇൻവെസ്റ്റേഴ്സിന്റെ ആത്മവിശ്വാസം കുറക്കും. മൂന്നാമതായി വലിയ ബിഗ് റീഫോം ഒന്നും തന്നെയില്ല. പുതിയ ആശയങ്ങളോ ധൈര്യമായ തീരുമാനങ്ങളോ ഇല്ലാത്ത ഒരു സേഫായ ബജറ്റാണിത്. ചുരുക്കി പറഞ്ഞാൽ ബജറ്റ് അക്കത്തിൽ വലിയതാണ്, പക്ഷെ സാധാരണക്കാരുടെ ജീവിതത്തിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ ബജറ്റ് ജനങ്ങൾക്ക് ഗുണം ചെയ്യുന്നതാണോ? അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കാതിരിക്കുക.